എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു മീൻ കറിയാണ് ചെയ്യുന്നത്. പഴയ കാലങ്ങളിൽ കോട്ടയം ഭാഗത്തെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ സദ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു മീൻ കറിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 3-4 ദിവസം കേടാകാതെ ഇരുന്നുള്ളൂ. ഈ മീൻ കറിയുടെ പ്രത്യേകത എന്താണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്കൊന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 600 ഗ്രാം മീനാണ്. ഇത് വൃത്തിയാക്കി എടുത്തതിന് ശേഷം 600 ഗ്രാം. ഇത് വറ്റയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പണ്ടും ഈ കറിക്ക് ഉപയോഗിച്ചിരുന്നത് കഷ്ണങ്ങളാണ്. അതുകൊണ്ട് കഷ്ണം മീൻ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത്. 4 കഷ്ണം കുടംപുളി ഞാൻ മുറിച്ച് 10 മിനിറ്റായിട്ട് വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇത് വേവിച്ച് ഇതിൻ്റെ വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പുളി ഓരോരുത്തരുടെയും കയ്യിലുള്ള പുളിക്ക് അനുസരിച്ച് വേണം എടുക്കാൻ. എൻ്റെ കയ്യിലുള്ള പുളിക്ക് നല്ല പുളി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ 4 കഷ്ണമാക്കിയത്. അതിന് അനുസരിച്ച് പുളി എടുത്തോണം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 15 അല്ലി വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് ഇവിടെ ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, എരിവുള്ള മുളക് പൊടി 1 ടേബിൾ സ്പൂണ്. ഇത് പണ്ട് കാലങ്ങളിൽ കാശ്മീരി മുളക് പൊടി ഇല്ല, അതിന് പകരം എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം കറിക്ക് അല്പം കൊഴുപ്പും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 മുളക് പൊടി ചേർത്തിരിക്കുന്നത്. അപ്പം എരിവ് അല്പം കുറഞ്ഞും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഉലുവ ചൂടാക്കി പൊടിച്ചത്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ സീക്രട്ട്. ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം, കറിവേപ്പില. Cook with Sophie, sharing 40 years experience. നമുക്ക് ആദ്യമേ ഈ പുളി ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 3 കപ്പ് വെള്ളം ആകെ വേണം. ഇത് തിളച്ച് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് കുറച്ച് വറ്റി വരും. അന്നേരത്തേക്കാണ് പുളി നല്ലവണ്ണം ഇറങ്ങുന്നത്. ഇത് നമുക്ക് മൂടി വെച്ച് പുളി വേവിച്ചെടുക്കാം. പുളി വേവിക്കുക എന്നാണ് ഇതിന് പണ്ടൊക്കെ പറയുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി പൊടികളെല്ലാം കൂടി ഒന്ന് കുഴച്ച് വെക്കണം വെള്ളത്തിൽ. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് എരിവുള്ള മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇതിൻ്റെ കൂടെ കുഴച്ച് വെക്കുകയില്ല. ഉലുവാപ്പൊടിയിൽ കൂട്ട് പകുതി, ഇങ്ങനെ വെള്ളത്തിൽ കുഴച്ച് വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുകയില്ല. അല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്കും തീ അല്പം കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും. ഇത് കരിയാതെ കിട്ടും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ കുഴച്ച് വെക്കുന്നത്. ഇപ്പം പൊടികളെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. പുളി ഞാൻ മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് വേവും കൂടെ പുളിക്കുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. ഇത് കറി വെക്കുന്നത് മൺചട്ടിയിലാണ്. അല്ലെങ്കിൽ നമ്മൾ ആ വഴറ്റുന്ന പാത്രത്തിലെല്ലാം മാറ്റി വേണം കറി വെക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അതാണ് രുചി. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുള്ളായിരുന്നു. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഉലുവ ചേർക്കാം. ഉലുവ പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ഉലുവ ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർക്കാം. ഇതിൽ പച്ചമുളകോ ചുവന്നുള്ളിയോ ഒന്നും ചേർക്കുകയില്ല. ചതച്ച ഇഞ്ചി ചേർക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് കിട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ കുഴച്ച് വെച്ചത് ചേർക്കാം. ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതീയിൽ വെച്ച് തന്നെ വഴറ്റിയെടുത്താൽ മതി, കരിഞ്ഞു പോകരുത്. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. മീനും കൂടെ ആവശ്യത്തിനുള്ളത് കൊണ്ടാണ് ഇത്രയും ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ചാറാക്കി കഴിഞ്ഞിട്ട് ഒന്ന് തിളയ്ക്കുമ്പം നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഈ അരപ്പിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൂട്ടിയാൽ ഒന്നിച്ച് കൂടി വരണം. ഇതുപോലെ കണ്ടോ, ഇതാണ് അരപ്പിൻ്റെ പാകം. ഇപ്പം അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. പുളിവെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതൊന്ന് അലിയിച്ചെടുക്കണം. ഇത് കട്ട പോലെയല്ലേ ഇരിക്കുന്നത്. ഇതുപോലെ തവി കൊണ്ട് ഇങ്ങനെ ഇനി ബാക്കി പുളിവെള്ളം കൂടെ ചേർക്കാം. ഇത്രയും പുളിവെള്ളം വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് തണുത്ത പച്ചവെള്ളമായിട്ട് ചേർക്കുകയല്ല. ഒന്നുകിൽ ഈ പുളിവെള്ളം കുറവാണെങ്കിൽ അതിന് ചൂടുവെള്ളമേ ചേർക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അന്നേരത്തേന് അതെല്ലാം കൂടെ കൂട്ടി പുളി ഒന്നിച്ച് തിളപ്പിച്ചെടുത്തതാണ് അത്രയും വെള്ളത്തിൽ. കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്. പുളി കഷ്ണം നമുക്ക് വേണ്ട, അത് വെന്ത് ഇതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാം. പുളി വേവിക്കുന്നത് ഒരു 12 മിനിറ്റ് എങ്കിലും വേവിക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് പിന്നെ അത് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം. ഈ അരപ്പും പുളിവെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി മീൻ വെക്കുന്നത് ഞാനൊരു മൺചട്ടിയിലാണ്. അതിലേക്ക് ആദ്യമേ നമ്മൾ ആ ചട്ടിയിൽ നിന്ന് ഉണക്കമൊന്നും വേണ്ട, അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഒന്ന് നിരത്തി വെക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതിങ്ങനെ തണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇച്ചിരി ഏറെ ഇട്ടാലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് കുറച്ച് മീൻ കഷ്ണങ്ങൾ നിരത്തി വെക്കാം. അരപ്പ് കുറച്ച് ചേർക്കാം. അതിൻ്റെ മീതെയും കുറച്ച് കറിവേപ്പില ചേർക്കാം. ബാക്കി മീൻ കഷ്ണങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതുവരെ ഇതിന് തീ കത്തിച്ചിട്ടില്ല. ബാക്കി അരപ്പും ചേർക്കാം. ഇതിലേക്ക് കായപ്പൊടി, ഒരല്പം അവസാനം ചേർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇതിനകത്ത് കറിവേപ്പില ഒത്തിരി ഇടണം, അതാണ് കറിയുടെ രുചി. അതൊക്കെ ഇതിന് രുചി വരുത്തുന്നതാണ്. ഇനി നമുക്ക് തീ കത്തിക്കാം. ഇനി ഇത് ഇളക്കമൊന്നും വേണ്ട. ഒന്ന് തിളച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒന്ന് എടുത്ത് ചുറ്റിച്ച് കൊടുത്താൽ മതി. നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് കയറുന്നത് വരെ
ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റോളം വേവ് വരും. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് ചുറ്റിച്ച് വെക്കണം. ഇനി ഇത് ചെറു തീയിലാക്കി 14 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാകെ 14 മിനിറ്റായി. ഇനി നമുക്കൊന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ ഞാൻ ഇടയ്ക്ക് നോക്കിയിരുന്നു കേട്ടോ. നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു തിളച്ച് കഴിയുമ്പോൾ നോക്കണമെന്ന്. ഉപ്പും പുളിയും നന്നായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന കായപ്പൊടി, ഉലുവാപ്പൊടി ഇവിടെ ചേർക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് തീ ഓഫ് ചെയ്ത് മൂടി വെച്ചിരുന്നതാണ്. ഇനി ഒന്ന് നോക്കാം. നമ്മുടെ കല്യാണ തലേന്നത്തെ സദ്യക്കുള്ള മീൻകറി റെഡിയായി. ഇത് സൂക്ഷിച്ച് വെക്കുന്നത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് നല്ലപോലെ ഇത് തുണി കൊണ്ട് മൂടിക്കെട്ടണം. എന്നിട്ട് വേണം അടപ്പ് വെക്കാനായിട്ട്. ചൂടൊട്ടും ഉണ്ടാകരുത്. അങ്ങനെ ഇരുന്നാലും 3-4 ദിവസം കേടാകാതെ ഇരുന്നോളൂ. നമ്മൾ ഉള്ളിയോ മല്ലിപ്പൊടിയോ അങ്ങനെ ഒന്നും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീൻകറിയാണിത്. ഇപ്പോൾ ഈ മീൻകറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. നല്ല നല്ല പുതുരുചികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.